എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈ കിഴക്കമ്പലം എന്ന സ്ഥലം എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അത് പാകിസ്ഥാനിലല്ല, പാകിസ്ഥാനിലുമല്ല, നോർത്ത് കൊറിയയിലുമല്ല, മറ്റൊരു രാജ്യത്തുമല്ല, ചൈനയിലുമല്ല, കേരളത്തിലാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ ഭരിക്കുന്ന 2020 എന്ന് പറയുന്ന ഒരു സംഘടനയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അവർ എല്ലാവരും യോജിച്ച് അതിനൂതനമായ മാതൃകയിൽ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്ന സാഹചര്യത്തിലാണ്. നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും ഹൈടെക് ജനിറ്റോറിയൽ സർവീസും ഒപ്പം ഒരു പ്രധാനമായി ആ ബസ് സ്റ്റേഷനിൽ കൂടി കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായ ഭക്ഷണങ്ങളും കൊടുക്കുന്ന ഒരു ആദ്യ സംരംഭമായിട്ടാണ് നമുക്ക് കേൾക്കപ്പെടുന്നത്. അത് നല്ല രീതിയിൽ തീർത്ത് കഴിയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായി കാണുന്ന അതിനൂതനമായ ഒരു ബസ് സ്റ്റാൻഡായിരിക്കും. ആ ഒരു നെയിം കരസ്ഥമാക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തുമായിരിക്കും. അത് എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു വലിയൊരു നല്ല രീതിയിലുള്ളൊരു പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതി നല്ല രീതിയിൽ തുടക്കം കുറിക്കാൻ അവിടുത്തെ പ്രാദേശിക CPM നേതാക്കൾ, അവിടുത്തെ MLA അടക്കം ചേർന്ന് അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആ തടസ്സങ്ങളെ നീക്കാൻ ഈ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സമിതി കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്നും നല്ലൊരു തീരുമാനം കിട്ടി അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം, പണി തുടരട്ടെ എന്നെല്ലാം കൊടുത്തെങ്കിൽ തന്നെയും ഇപ്പോൾ സംഭവിച്ചത് അതിന് തടസ്സം സൃഷ്ടിച്ചത് പോലീസുകാരും അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളും ചേർന്ന് വീണ്ടും തടസ്സം സൃഷ്ടിച്ച് കോടതി വിധിക്കൊരു പുല്ലുവില കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ചേതോ വികാരമെന്നറിയില്ല. കാരണം ഈ പാർട്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അരിശിതാവസ്ഥ ഉണ്ടാകുക, പണിമുടക്ക് നടത്തുക, കൊടി പിടിക്കുക. ഇത് കാരണം ഇവർ അരാജകത്വം സൃഷ്ടിക്കുക, പട്ടിണിയിലാക്കുക, തൊഴിലില്ലായ്മയാക്കുക. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടി നിലനിൽക്കത്തുള്ളൂ. കാര്യം പാർട്ടിക്ക് കൊടി പിടിക്കാൻ ആൾ വേണം. അവിടെ ഒരു പുരോഗമനപരമായ കാര്യങ്ങളൊന്നും പാർട്ടിക്ക് ആളെ കിട്ടിയില്ല. അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അധ്വാനിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവർ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തിരിയൂ. ഇന്ന് കാലം മാറിക്കഴിഞ്ഞു. ഈ മാറ്റങ്ങളെക്കുറിച്ച് ഇന്നും അറിയാത്ത ചില വിവരം കെട്ട പാർട്ടിക്കാരുണ്ട്. എല്ലാവരുമില്ല, ചില വിവരം കെട്ടവർ, അതിന് നേതൃത്വം നൽകുന്ന വിവരം കെട്ടവരുമുണ്ട്. അതുകൊണ്ട് പൊതുജനമെല്ലാം ഇത് കാണുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പഞ്ചായത്ത് പിടിക്കാമായിരുന്നു. നിങ്ങൾ ജയിച്ചെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമായിരുന്നു. ഇത് മറ്റൊരു സംഘടന പിടിച്ചു. അത് നാട്ടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ, നല്ല റോഡുകൾ, നല്ല സംവിധാനങ്ങൾ, നല്ല സൂപ്പർ മാർക്കറ്റുകൾ, നല്ല വില കുറഞ്ഞ ആദായ നികുതി ഷാപ്പ്, ഇതെല്ലാം രൂപകൽപ്പന ചെയ്ത് അവരെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നെങ്കിൽ അത് ഒരു മോശമായ ഒരു പ്രവണതയാണ്. ദയവ് ചെയ്ത് ആ നിവാസികളോട്, കിഴക്കമ്പലം നിവാസികളോട് പറയാനുള്ളത്, എന്ത് വില കൊടുത്തും നിങ്ങളുടെ പുരോഗമനപരമായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പഞ്ചായത്തിൽ ഭരിക്കുന്നത് ജനങ്ങൾ ജയിപ്പിച്ച പാർട്ടിയാണ്. അപ്പോൾ അവരോടുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ, അവരുള്ള നല്ല നല്ല പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യാൻ അവരനുവദിക്കണം. അതിന് തടസ്സം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ അവർ പോലീസുകാരെ ശ്രമിക്കുന്നത് ലജ്ജാപരമായ ഒരു കാര്യമാണ്. ഉദ്യോഗസ്ഥർ ഒന്ന് ചിന്തിക്കുക. നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, കോടതി അലക്ഷ്യ കേസ് വന്നാൽ നിങ്ങളെ സഹായിക്കാൻ ആരും കാണില്ല. മറിച്ച് പാർട്ടിക്കാരെ സഹായിക്കാൻ പാർട്ടി വക്കീലന്മാർ കാണും, പാർട്ടി ഫണ്ട് കാണും. എന്നാൽ ആ സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടത്തില്ല. നിങ്ങൾക്കേ നഷ്ടമുണ്ടാവുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത്
കൃത്യനിർവഹണം തടസ്സപ്പെടുത്താതിരിക്കാൻ പോലീസ് ശ്രമിക്കണം. നിങ്ങൾ തന്നെ അതിന് തടസ്സം സൃഷ്ടിക്കരുത്. അത് ദുഃഖകരമായൊരു വാർത്തയാണ്, വളരെ അപമാനകരമായ വാർത്തയാണ്. കോടതി വിധിയെപ്പോലും കാറ്റിൽ പറത്തി എന്ത് താന്തോന്നിത്തരവും കാണിക്കാമെന്നുള്ള ആ ഒരു ധാരണ മോശമാണ്. അത് ആ ഒരു ചിന്താഗതി വരുത്താതിരിക്കുക. എന്തായിരുന്നാലും ഈ CPM എന്ന് പറയുന്നതല്ല, CPM ലോക്കൽ കമ്മിറ്റി പറയുന്നതാണ് CPM മുഖ്യമന്ത്രിയും പറയുന്നത്. അതിൻ്റെ അവരിൽ നിന്നുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് മാറ്റം ഉൾക്കൊണ്ടു എന്നതിൻ്റെ തെളിവാണ് ഈ കിഴക്കമ്പലം ഭരിക്കുന്ന 2020 എന്നുള്ളൊരു സംഘടന രൂപപ്പെട്ടത്. അത് കേരളം മൊത്തം അവരാക്രമിച്ച് കിടക്കാനുള്ള സഹനശക്തി കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും മനുഷ്യൻ്റെ ബുദ്ധിമുട്ടില്ലാതേക്ക് അവർക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആര് നടപ്പാക്കിയാലും അത് ഏത് പാർട്ടിയായിരുന്നാലും ജനങ്ങൾ അവരുമായിട്ട് സഹകരിക്കും. അത് സഹകരിച്ചു കൊണ്ടേയിരിക്കും. അതിലാർക്കും തകർക്കാൻ പറ്റിയില്ല. സോ ഒരിക്കൽ കൂടി പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ ന്യായമായ രീതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. കോടതി വിധിക്ക് എഗൻസ്റ്റായിട്ട് നിങ്ങൾ നിൽക്കരുത്. അത് നിങ്ങൾക്ക് അത് പ്രയാസം വന്നേക്കാം. നിങ്ങളെ സഹായിക്കാൻ ആരും കാണത്തില്ല. നിങ്ങൾക്ക് വല്ല സസ്പെൻഷനോ അതുണ്ടായത് ഇവരൊന്നും നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ ഒരു മോശമായ അവസരം എത്തുമ്പോൾ നിങ്ങളൊന്ന് തീരുമാനിക്കും. ഇന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഭരണപക്ഷം ഈ ഭരണം ഉണ്ടാകുമെന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റിയില്ല. സോ ശ്രദ്ധിക്കുക. ഒപ്പം ഈ 2020 ആ പാർട്ടി ഭരിക്കുന്ന ആ ഭരണകൂടത്തിനും എല്ലാ ജനങ്ങളുടെ അഭിവാദനം നിങ്ങൾക്ക് കിട്ടും. മുമ്പോട്ട് പതറാതെ കോടതിയുടെ സഹായത്തിൽ നിങ്ങളുടെ പദ്ധതികൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.